ഇന്നൊരു ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും, ഉള്ളി പച്ചമുളക് ക്യാപ്സിക്കം, കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ചൈനീസ് ഐറ്റംസ് എന്തുണ്ടാക്കണമെങ്കിൽ നന്നായി കൂടി കൊടുക്കണം. ഉള്ളി ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ഇപ്പോൾ വാടിയിട്ടുണ്ട്. കൂടുതൽ ഇത് ബ്രൗൺ കളർ ആവശ്യമില്ല. ലൈറ്റ് സോയാ സോസ് ഇട്ട് കൊടുക്കാം, ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുക. കുറച്ച് വേവിച്ച വെള്ളം ലേശം കൂടി കൊടുക്കുക. കുരുമുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. വൈറ്റ് പേപ്പർ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കുക. ഞാനിതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് സ്പൈസി മസാലക്കൂട്ടാണ്. മസാലക്കൂട്ട് എന്ന് വെച്ചെങ്കിൽ ഇത് 2 മുളകുകളും മിക്സ് ചെയ്ത് അതുപോലെ തന്നെ വെളുത്തുള്ളി, ഹനി, തേന് ഇതൊക്കെ കൂടി മുളക് തിളപ്പിച്ച് അരച്ചിട്ടുണ്ട് ഒരു പേസ്റ്റാണ്. നല്ല ടേസ്റ്റാണത്. കൊറിയൻ പേസ്റ്റാണത്. കൊറിയൻ സോസ് എന്ന് പറയും. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ കുറച്ച് കലക്കി കൂട്ടുക. നമ്മുടെ അടിപൊളി സ്പൈസി ബീഫ് ചില്ലി റെഡിയായി. കുറച്ച് കൊറിയൻഡർ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കളറൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മളെ കൊറിയൻ നമ്മളുണ്ടാക്കിയ സോസ് ഇടുമ്പോൾ തന്നെ കളർ കിട്ടി. നല്ല സ്പൈസി ഉണ്ട്.